Good morning, students. Another question is, air is blown into a spherical balloon. If its diameter d is increasing at the rate of 3 centimeters per minute, then the rate at which the volume of the balloon is increasing when d is equal to 10 centimeters is. The 9 options are of 3. Volume കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? Volume is equal to 4/3 pi r. ഇതാണ് വോളിയം കാണാനുള്ള ഫോർമുല. Volume is equal to 4/3 pi r. ഇവിടെ if its diameter d is increasing at the rate of 3 centimeters per minute. ഇവിടെ നമുക്ക് 4/3 pi into diameter പകുതി d/2 അതാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? That is equal to 4/3 pi into d cube by h. That is 4/4 h നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന pi d cube divided by 6. Volume is equal to pi d cube by 6. This is തന്നിരിക്കുന്നതാണ്. If its diameter d is increasing at the rate of 3 centimeters per minute എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ dd by dt എന്ന് പറയുന്നത് എന്താണ്? 3 centimeters per minute. അതുപോലെ തന്നെ rate at which the volume of the balloon is increasing. T എത്രയാണ്? d എടുക്കേണ്ടത് 10 centimeters ആണ്. ഇനി എന്തിനാ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? വോളിയത്തിന്റെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ dv by dt is equal to right hand side pi/6 into 3d square into dd by dt. ഇപ്പറിയാം pi/6 into 3 into d ക്ക് എന്ത് വാല്യൂ കൊടുക്കണം? d ക്ക് 10 കൊടുക്കാം. 10 ന്റെ സ്ക്വയർ എത്രയാണ്? 100. dd by dt എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്മളത് 6 ഉം 3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2 എന്ന് വന്നു. അപ്പോൾ 300/2 ദാറ്റ് ഈസ് ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയാണ്? 150 pi centimeter cube per minute. ഇതാണ് നമുക്ക് കിട്ടുന്ന വോളിയത്തിന്റെ റേറ്റ്. dv by dt is 150 pi centimeter cube per minute. Therefore, option C is option B is the correct answer. Option B is the correct answer. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വോളിയത്തിന്റെ ഫോർമുല അറിഞ്ഞിരിക്കുക. വോളിയത്തിന്റെ ഫോർമുല എന്താണ്? 4/3 pi r. അപ്പോൾ d എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ്. അതിന്റെ പകുതിയാണ് നമ്മൾ d/2 എടുക്കുക. അതിനുശേഷം നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ v is equal to pi d cube by 6 കിട്ടും. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു t. അപ്പോൾ dv by dt is equal to pi/6 into 3d square into dd by dt. ഇതിൽ dd by dt നമുക്ക് തന്നിട്ടുണ്ട്, d നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണ്? 150 pi centimeter cube per minute. അടുത്ത ക്വസ്റ്റ്യൻ. The equation of tangents to the circle x minus 5 the whole square plus y square is equal to 25 at 2, 4 is 3x minus 4y plus 10 is equal to 0. X plus y is equal to 6. C. 2x minus y is equal to 0. D. 3x minus 2y plus 2 is equal to 0. D. 3x minus 4y minus 10 is equal to 0. Equation of tangent ആണ് കണ്ടുപിടിക്കുന്നത്. Equation of tangent കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? y minus y1 is equal to dy by dx at x1 y1 x minus 6. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. x1 y1 എന്നുള്ളത് 2, 4 തന്നിട്ടുണ്ട്. dy by dx കണ്ടുപിടിക്കണം. dy by dx കാണാനായിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? x minus 5 whole square plus y square is equal to 25. ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റിംഗ് 2 into x minus 5 plus 2y into y dash is equal to 0. Right answer 0. But 2 cancel ചെയ്യുമ്പോൾ x minus 5 is equal to x minus 5 plus y dash is equal to 0. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ y dash is equal to minus of x minus 5.
Therefore, y dash dy by dx എന്ന് പറയുന്നതാണ് minus x minus 5 divided by y. അപ്പോൾ y dash at 2, 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാല്യൂ എത്രയാണ്? മൈനസ് എക്സിന് പകരം 2 കൊടുക്കുക. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 minus 5, വൈക്ക് പകരം 4 കൊടുക്കുക. അപ്പൊ നമുക്ക് 2 minus 5 എന്ന് പറഞ്ഞാൽ minus 3/4, therefore 3/4. നമുക്ക് y dash at 2/4 എന്നുള്ളതിൽ കിട്ടും 3/4. ഇത് നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കാണുമ്പോൾ y മൈനസ് y1 എന്ത് കൊടുക്കുന്നു? 4. y1 4 കൊടുക്കുന്നു. dy by dx എന്താണ്? 3/4 into x minus 2. ഇനി അത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ നോക്കാം. This is equal to ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3y minus 12. This is equal to 3x minus 6. ഇനിയും നമുക്ക് 3x minus 6 ആദ്യം കിട്ടുന്നു, 3y minus 12 രണ്ടാമത് കിട്ടുന്നു. ഈ 3y കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 3x minus 3y minus 12 കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ plus 10 is equal to 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ 4y, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4y minus 16, 4 കൊണ്ട് വിളിക്കുമ്പോൾ 4y minus 16 is equal to 3x minus 6. 3x minus 6. ഇനി 3x minus 6 is equal to 4y minus 16. ഇനി 3x ഈ 4y ഷിഫ്റ്റ് ചെയ്യുക, അപ്പോൾ 4y വരും. minus 16 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ plus 10 വരും. That is equal to 0. The application of tangent will be 3x minus 4y plus 10. So option A is the correct answer. Option A ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. 3x minus 4y plus 10 is equal to 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കാണാനുള്ള ഫോർമുല എന്താണ്? y minus y1 is equal to dy by dx at x1 y1 x into x minus x. അപ്പോൾ dy by dx കണ്ടുപിടിക്കും. dy by dx കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? x minus 5 whole square plus y square equal to 25. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, both sides with respect to x. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx കിട്ടും. ആ dy by dx ൽ x നും y ക്കും നമ്മൾ എന്ത് കൊടുക്കണം? 2, 4 കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ dy by dx ന്റെ വാല്യൂ എത്ര കിട്ടും? 3/4 കിട്ടും. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 3x minus 4y plus 10 is equal to 0. ഓപ്ഷൻ എ is the correct answer. അടുത്ത പ്രോബ്ലം. If x and y are both non-negative and if x plus y is equal to 5, then the maximum value of 5 sin x sin y is equal to a 1 c 5 d minus 5 e 0. മാക്സിമം വാല്യൂ കാണാനായിട്ടാണ് ഇവിടെ മാക്സിമം വാല്യൂ 5 sin x sin y is equal to. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? f of x. ഇവിടെ f of x എന്നുള്ള ഫംഗ്ഷൻ തന്നിരിക്കുന്നതാണ് sin x sin y. ഇവിടെ നമുക്ക് x plus y is equal to നമുക്ക് തന്നിട്ടുണ്ട് 5x plus y is equal to 5 തന്നിട്ടുണ്ട്. അപ്പോൾ y സമം എത്രയായിരിക്കും? 5. അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ sin x into sin y ക്ക് എന്ത് എഴുതാം? sin pi minus 6. അപ്പോൾ sin x into sin pi minus theta എന്താണ്? sin pi minus theta എന്ന് പറഞ്ഞാൽ sin theta തന്നെയാണ് sin x. അപ്പോൾ f of x is equal to നമുക്ക് കിട്ടിയ എന്താണ്? sin x into sin x ഉണ്ട് കേട്ടോ. അവിടെ 5 ഉണ്ട്. f of x is equal to 5 sin x. 5 sin x. അപ്പോൾ 5 sin x into sin x 5 sin square x. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു വേരിയബിളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഒരു വേരിയബിളിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് f of x is equal to 5 sin square x. 5 sin square x കിട്ടാനായിട്ട് എന്ത് ചെയ്തു? y ക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? y ക്ക് പകരം pi minus x കൊടുത്തു. അപ്പോൾ sin pi minus theta എന്ന് പറയുന്നത് എന്താണ്?
സൈൻ തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ 5 സൈൻ സ്ക്വയർ എക്സ്. ഇനി നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 സൈൻ സ്ക്വയർ എക്സ് ആണ്. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു 5 ഇൻറ്റു 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 5 സൈൻ 2x. ഇനി എഫ് ഡാഷ് എക്സ് നമ്മൾ 0 കൊടുക്കാം. എഫ് ഡാഷ് എക്സ് 0 കൊടുക്കുമ്പോൾ 5 സൈൻ 2x is equal to 0 എന്ന് വരും. അപ്പോൾ സൈൻ 2x is equal to നമുക്ക് എന്ത് വരും 0 എന്ന് വരും. അപ്പോൾ 2x is equal to എന്ത് വരും 5/2 വരും. അപ്പോൾ x is equal to എത്ര വരും നമുക്ക് x is equal to സൈൻ 2x equal to 0 ആകുമ്പോൾ എഫ് ഡാഷ് എക്സ് is equal to നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5 into sin 2x എഫ് ഡാഷ് എക്സ് is equal to 0 വരുമ്പോൾ 5 sin 2x is equal to 0 വരും. അപ്പൊ sin 2x is equal to 0 വരും. അപ്പൊ നമുക്ക് 2x ന്റെ വാല്യൂ നമുക്ക് പൈ എടുക്കാം. 2x is equal to പൈ. sin 2x is equal to പൈ വരും. Therefore x is equal to പൈ വരും. x is equal. അപ്പൊ sin 2x equal to 0 ആവുന്ന ജനറൽ വാല്യൂ ആയിട്ട് 2x equal to പൈ എടുക്കാം. അപ്പൊ x is equal to π/2 വരും. x is equal to π/2 വരുമ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫംഗ്ഷന്റെ വാല്യൂ 5 sin square x ആണ്. 5 into sin square x എന്ന് പറഞ്ഞാൽ sin square π/2. Therefore 5 into sin π/2 ന്റെ വാല്യൂ എത്രയാണ് sin π/2 ന്റെ വാല്യൂ 1 ആണ്. Therefore 5 into 1. Therefore answer will be 5. അപ്പോൾ ഓപ്ഷൻ സി is the correct answer. ഓപ്ഷൻ സി is the correct answer. പിന്നെ ഇതിനെ നമുക്ക് മറ്റൊരു വിധത്തിൽ ചെയ്യാം. ഈ sin x ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ എപ്പോഴും എത്രയായിരിക്കും മിനിമം വാല്യൂ -1 ആയിരിക്കും. മാക്സിമം വാല്യൂ +1 ആയിരിക്കും. അപ്പൊ sin square x ന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. 5 into 1. നമുക്ക് ഇങ്ങനെ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ 5 എഴുതാൻ സാധിക്കും. കാരണം sin x ന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് +1 ആണ്. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ നമുക്ക് sin x ന്റെ വാല്യൂ 1 എടുക്കുമ്പോൾ 5 into 1. Therefore option C is the correct answer. അങ്ങനെ നമുക്ക് ഇതിൽ എഴുതാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ മെത്തേഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ f dash x എന്നുള്ള 5 into 2 sin x cos x വരും. 5 sin 2x വരും. നമ്മൾ ടേണിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് f dash x equal to 0 കൊടുക്കുന്നു. അപ്പോൾ 5 sin 2x equal to 0 വരും. അപ്പോൾ sin 2x equal to 0 വരും. അപ്പോൾ ജനറൽ റിസൾട്ട് അനുസരിച്ച് 2x equal to π. sin π ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 2x equal to π വരും. അപ്പോൾ നമ്മൾ x ന്റെ വാല്യൂ π/2 വരും. അപ്പോൾ 5 into sin square π/2 എന്ന് പറഞ്ഞാൽ sin square π/2 എത്രയാണ് 1 ആണ്. അപ്പോൾ ആൻസർ will be 5. ഓപ്ഷൻ സി is the correct answer. എഴുതിയെടുത്തോളൂ.